ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓഫ് ആർട്ട്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സുസുക്കി സമുറായിയുമായാണ്. ഇതിൻ്റെ റിവ്യൂയിലേക്ക് പോകാം ജസ്റ്റ് ഇൻ 7 സെക്കൻഡ്സ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു സുസുക്കി സമുറായിയാണ്. ഇതിൻ്റെ ഒരു റൈഡിങ് എക്സ്പീരിയൻസും പവർ ഫിഗേഴ്സും മെയിൻ്റെനൻസും ഒക്കെ നമ്മളിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇതൊരു 1999 മോഡൽ സുസുക്കി സമുറായിയാണ്. വണ്ടിയുടെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വണ്ടിക്ക് കമ്പനി കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല സുസുക്കി വണ്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണിത്. കാരണം സുസുക്കിയുടെ മറ്റ് പവർഫുൾ വണ്ടികളായിരുന്ന ഷാവ്ലിനും ഷോഗണും എല്ലാം ഈ ഒരു ബോഡി പാറ്റേണിലായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ സുസുക്കി ഫാൻസിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണിത്. അതുപോലെ വണ്ടി ഇറങ്ങിയിരുന്നത് 2 കളറിലായിരുന്നു, ഒന്ന് റെഡിലും ഒന്ന് ബ്ലാക്കിലും. ഇതിൽ തന്നെ സ്റ്റിക്കറിൽ ചെറിയ വ്യത്യാസം വരുത്തിയായിരുന്നു കളർ ചേഞ്ച് ഉണ്ടായിരുന്നത്. ഇനി വണ്ടിയുടെ മറ്റ് സ്പെസിഫിക്കേഷൻസിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റിലേക്ക് നോക്കാം. വണ്ടിയുടെ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ ഒരു ഹാലജൻ ബൾബ് അടങ്ങുന്ന ഒരു റെട്രോ ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ആദ്യമായി സുസുക്കി വണ്ടികളിൽ റൗണ്ട് ഹെഡ്ലൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സുസുക്കി സമുറായിലാണ്. അതിന് മുമ്പ് ഇറങ്ങിയിരുന്ന വണ്ടികളെല്ലാം തന്നെ സ്ക്വയർ ഷേപ്പിലെ ഹെഡ്ലൈറ്റിലായിരുന്നു വന്നിരുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് വരുമ്പോൾ ടെലസ്കോപ്പിക് ഓയിൽ ഡാംഡ് ടൈപ്പ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ ടയർ സൈസിലേക്ക് വരുമ്പോൾ 275 18 ഇഞ്ച് ടയറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ വണ്ടിയുടെ ബ്രേക്കിലേക്ക് വരുമ്പോൾ ഒരു 130 mm ഡ്രം ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. വണ്ടിയുടെ മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ ഒരു സ്പീഡോമീറ്ററും മോഡോമീറ്ററും അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു ഫ്യൂൽ ഗേജ് ഇൻഡിക്കേറ്റർ, വണ്ടിയിൽ ന്യൂട്രൽ ലൈറ്റ്, ഹൈ ബീം, ലോ ബീം, ഓയിൽ, ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്നീ കണക്ടിവിറ്റീസാണ് വണ്ടിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി വണ്ടിയുടെ ഈ ഒരു കീ സെറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്ക് കീ സെറ്റ് തന്നെയാണ് ഇപ്പോൾ നിലനിർത്തിയിട്ടുള്ളത്. സമുറായി ഫസ്റ്റ് മോഡൽസിലെല്ലാം മാക്സ് സെൻറ്ററിൽ വന്നിരുന്ന അതേ മീറ്റർ തന്നെയായിരുന്നു വന്നിരുന്നത്. പിന്നീട് ഇറങ്ങിയ മോഡലിലൊക്കെ ആയിരുന്നു ഈ ഒരു ഷോഗൺ ടൈപ്പ് മീറ്റർ വന്നിരുന്നത്. ശേഷം വണ്ടിയുടെ ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോൾ ഇത് സ്റ്റോക്ക് വരുന്ന ഹാൻഡിൽ ബാർ അല്ല, ഇത് നമ്മൾ രണ്ടാമത് ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ഹാൻഡിൽ ബാറിലെ കണക്ടിവിറ്റീസ് ഒന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു ഹെഡ്ലൈറ്റ് ഓൺ ഓഫ്, ഹൈ ബീം, ലോ ബീം, ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, ചോക്ക്. ഈ ഒരു ചോക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് വെച്ച് വേണം വണ്ടിയുടെ ചോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ചും കാണാൻ സാധിക്കുന്നതാണ്. വണ്ടിയുടെ ഫ്യൂൽ ടാങ്കിലേക്ക് വരുമ്പോൾ ഇതൊരു 12 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ഫ്യൂൽ ടാങ്ക് ആണിത്. അതിൽ തന്നെ ഒരു പ്ലെയിൻ ഡിസൈനോട് കൂടി നിൽക്കുന്ന ഒരു ഫ്യൂൽ ടാങ്ക് ക്യാപ്പും കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായി വണ്ടിയുടെ സീറ്റിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് ഹാർഡർ ആയിട്ടുള്ള ഒരു സീറ്റാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോങ് റൈഡ് പോകുന്ന സാഹചര്യത്തിലൊന്നും നമുക്ക് അത്രത്തോളം കംഫർട്ട് ഈ ഒരു സീറ്റിൽ നിന്ന് ലഭിക്കുന്നില്ല. ചെറിയൊരു ഗ്രാബ് റെയിൽ ഓപ്ഷനും വണ്ടിയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി വണ്ടിയുടെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ടെയിൽ ലൈറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു നമ്പർ പ്ലേറ്റ് ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു മഡ് ഗാർഡ് 2 പീസായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ സാധാ മഡ് ഫ്ലാപ്പ് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മഡ് ഗാർഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഇവിടെ നമുക്കൊരു റിഫ്ലക്ടർ കാണാൻ സാധിക്കുന്നുണ്ട്. കോമൺ വണ്ടികൾക്ക് വരുന്നത് പോലെ തന്നെ ഇൻഡിക്കേറ്ററും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി വണ്ടിയുടെ ടയർ സൈസിലേക്ക് വരുമ്പോൾ ഇതൊരു 318 ഇഞ്ച് ടയറാണ് വണ്ടിയുടെ റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ റിയർ സൈഡിലെ ബ്രേക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു 130 mm ഡ്രം ബ്രേക്കാണ് വണ്ടിയുടെ റിയർ സൈഡ് വരുന്നത്. വണ്ടിയുടെ റിയർ സസ്പെൻഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ട്വിൻ ഹൈഡ്രോളിക് കോയിൽ ടൈപ്പ് സസ്പെൻഷനാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ എഞ്ചിനിലേക്ക് വരുമ്പോൾ ഇതൊരു 98.20 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് 2 സ്റ്റോക്ക് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വണ്ടിയുടെ പവർ റേഷ്യോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7.8 bhp അറ്റ് 5500 rpm 9.9 ടോർക്ക് അറ്റ് 5000 rpm പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു എഞ്ചിനാണിത്. ഇതിൻ്റെ ബോർ ആൻഡ് സ്ട്രോക്ക് വരുന്നത് 15x15 mm ആണ്. വണ്ടിയുടെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ വൈസ് ഇതൊക്കെയാണ് പറയാനുള്ളത്. വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പവർ ഫിഗേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇനി നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റിനോടൊന്ന് കേട്ട് നോക്കാം. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ശരിക്കും 1994 സുസുക്കി സമുറായി ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങിയത്. ഒരു നോ പ്രോബ്ലം ബൈക്ക് എന്നൊരു ടൈറ്റിലാടുമായിട്ടായിരുന്നു വണ്ടി ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ആ പേര് പോലെ തന്നെ ഇതൊരു നോ പ്രോബ്ലം ബൈക്ക് തന്നെയായിരുന്നു. കാരണം ഇതിൻ്റെ മെയിൻ്റെനൻസ് ചാർജൊക്കെ വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ വണ്ടി ഒരു നോ പ്രോബ്ലം ബൈക്കും തന്നെയായിരുന്നു. ഒരുപാട് പേര് സമുറായി RX-100 കമ്പയർ ചെയ്യാറുണ്ട്. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ഇത് സമുറായി RX-100 കമ്പയർ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയല്ല. കാരണം എൻജിൻ സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതും ഒരു 100 cc വരുന്ന വണ്ടിയാണ്. RX-100 100 cc വരുന്ന വണ്ടിയാണ്.
അതുപോലെ തന്നെ ബോർ ആൻഡ് സ്ട്രോക്കും 50 mm ആണ് രണ്ടും വരുന്നത്. എങ്കിൽ കംപ്രഷൻ റേഷ്യോയിൽ വ്യത്യാസം വരുന്നുണ്ട്. RX100ൻ്റെ കംപ്രഷൻ റേഷ്യോയിലേക്ക് വരുമ്പോൾ അത് 10.1:1 ആണ്. സമുറായിലേക്ക് വരുമ്പോൾ അതൊരു 9.1:1 ആണ്. ഈ ഒരു കംപ്രഷൻ റേഷ്യോയിൽ വരുന്നൊരു വ്യത്യാസം തന്നെയാണ് അതിൻ്റെ പവർ ഔട്ട്പുട്ടിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത്. കാരണം ഒരു കംപ്രഷൻ റേഷ്യോ കൂടിയ വണ്ടി ഒരുപാട് ഫ്യൂവൽ ബേൺ ചെയ്യും, അപ്പോൾ ഒരുപാട് എനർജി ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പവർ ഔട്ട്പുട്ടും അതനുസരിച്ച് വർദ്ധിക്കും. ബട്ട് ഇത് മാത്രമല്ല, RX100 എന്ന് പറയുന്നത് ഒരു സ്പോർട്ടി കോൺഫിഗറേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. എന്നാൽ സമുറായിലേക്ക് വരുമ്പോൾ ഇതൊരു എക്കണോമിക്കൽ പർപ്പസിന്, അതായത് ഒരു കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RX100ഉം സമുറായും തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇനി സമുറായുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, വണ്ടിയുടെ കംഫർട്ടിലേക്ക് വരുമ്പോൾ ഒരു ആവറേജ് കംഫർട്ട് നല്ല രീതിയിൽ തന്നെ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് കിട്ടുന്നത്. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഹമ്പോ അല്ലെങ്കിൽ ഒരു കട്ടോ ഇറങ്ങുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു കട്ടിലൂടെ പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ആ ഒരു ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സസ്പെൻഷൻ സൈഡൊക്കെ ഒരു ആവറേജ് പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഒരു ഫ്ലിക്കബിളാണ്, നല്ല രീതിയിൽ ഫ്ലിക്കബിളാണ്. കാരണം ഒരു ഹൈവേ ട്രാഫിക്കിലൂടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്തെടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്ന ടൈപ്പിലാണ് വണ്ടികൾ. അതുതന്നെ ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും ഒക്കെ നല്ല ബെറ്ററാണ്. കാരണം എങ്കിലും നമ്മളൊരു ഷോർട്ട് ബാർ ഹാൻഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹാൻഡ്ലിങ് കുറച്ചുകൂടി നമുക്കൊരു കംഫർട്ടബിൾ ആക്കാവുന്നതാണ്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു 5.5 ഹൈറ്റ് വെച്ച് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഫ്ലാറ്റ് ഫുട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ വെയിറ്റും കുറവാണ്. വെയിറ്റും 100 kg വെയിറ്റ് മാത്രമേ വണ്ടിയിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളാണ് വണ്ടി ഓടിക്കാൻ. അതുപോലെ തന്നെ വണ്ടിയിലൊരു ലോങ് റൈഡെല്ലാം പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ബട്ടക്സ് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു 55 ഒക്കെ കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമുക്കൊരു 40+ മൈലേജൊക്കെ മാത്രമേ നമുക്കൊരു ഡെയിലി യൂസിൽ കിട്ടുന്നുള്ളൂ. ഇനി വണ്ടിയുടെ ടോപ്പ് സ്പീഡിലേക്ക് വരുമ്പോൾ, ഒരു സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 87 km/h വണ്ടിയുടെ ടോപ്പ് സ്പീഡ് പറയുന്നത്. എങ്കിൽ പോലും നമ്മളൊരു പ്രോപ്പർ ട്യൂണിംഗ് ഒക്കെ ചെയ്ത ഒരു വണ്ടിയാണെങ്കിൽ നമുക്കൊരു 3 ഡിജിറ്റ് നമ്പറിലേക്ക് വരെ ടോപ്പ് സ്പീഡ് എത്തിക്കാവുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ മറ്റൊരു കാര്യം, പോർട്ടിങ്ങിനെ കുറിച്ച് പറയുന്നത്. അതായത് ഒരുപാട് ആളുകൾ പോർട്ട് ചെയ്ത് വണ്ടിയുടെ പെർഫോമൻസും സ്പീഡും RPM ഒക്കെ കൂട്ടാറുണ്ട്. ബട്ട് അവിടെ നമുക്ക് വരുന്നൊരു പ്രശ്നം, നമ്മൾ ഈ പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വണ്ടിയുടെ ഇനിഷ്യൽ കുറയുകയാണ് ചെയ്യുന്നത്. അതായത് വണ്ടിയുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു ഇനിഷ്യൽ പുള്ളിങ് വണ്ടിയിൽ കുറയും. അതാണ് പോർട്ട് ചെയ്യുമ്പോൾ വണ്ടിയിൽ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. ശരിക്കും വണ്ടിയുടെ സ്മൂത്ത് പോയിൻ്റായിട്ട് പറയാൻ കഴിയുന്നത് ഒരു 60 km സ്പീഡൊക്കെയാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ത്രോട്ടിൽ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ത്രോട്ടിൽ റെസ്പോൺസ് തന്നെ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. എങ്കിലും ഒരു ക്വിക്ക് ത്രോട്ടിലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രോട്ടിൽ റെസ്പോൺസ് കുറച്ചുകൂടി ഒന്ന് അഗ്രസീവ് ആക്കാൻ സാധിക്കുന്നതാണ്. ഇനി വണ്ടിയുടെ ട്രാൻസ്മിഷനിലേക്ക് നോക്കുമ്പോൾ ഒരു 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാ ഗിയറും 1 സൈഡ് താഴേക്കായതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഫോൾസ് ന്യൂട്രൽ വരാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ ഗിയർ എല്ലാം തന്നെ സ്മൂത്ത് ഗിയേഴ്സാണ്. ഗിയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാവാറില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സഡൻ റെസ്പോൺസാണ് വണ്ടിയുടെ ബ്രേക്കിങ്ങിനുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടി സ്കിഡായി പോകുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. വണ്ടിയിൽ സഡനായി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് സ്കിഡ് ചെയ്ത് മാത്രമേ വണ്ടി സ്റ്റോപ്പ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് കോൺഫിഡൻസ് വളരെ കുറവാണ്. അടുത്തതായി വണ്ടിയുടെ മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അത്രത്തോളം മെയിൻ്റെനൻസ് ചാർജുള്ള വണ്ടിയൊന്നുമല്ല ഇത്. ബട്ട് മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് ആളുകളെങ്കിലും വിട്ടുപോകുന്നൊരു കാര്യമാണ് വണ്ടിയുടെ എഞ്ചിൻ ഓയിലിൻ്റെ കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു 4 സ്ട്രോക്ക് വണ്ടിയാണെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാറുണ്ട്. ബട്ട് 2 സ്ട്രോക്കിന് അങ്ങനെ റീസെൻ്റ്ലി എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും നമ്മളൊരു 10,000 അല്ലെങ്കിൽ ഒരു 15,000 കിലോമീറ്റേഴ്സിൽ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് വളരെ ബെറ്ററാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട മറ്റൊരു കാര്യമാണ് വണ്ടിയുടെ 2T ഓയിൽ. എല്ലാവർക്കും പറയാം, 2 സ്ട്രോക്ക് വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്രോളിനൊപ്പം ഓയിൽ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യാറുള്ളത്. RX-ൽ വരുന്നത് പോലെ തന്നെ സമുറായിലും ഒരു എക്സ്ട്രാ ഓയിൽ ക്യാൻ വരുന്നുണ്ട്. എങ്കിൽ ഇത് പ്രോപ്പറായി വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഡൗട്ടാണ്. കാരണം ഇത് പ്രോപ്പറായി വർക്ക് ചെയ്തില്ലെങ്കിൽ വണ്ടിയുടെ എഞ്ചിനിലെ ലൂബ്രിക്കേഷൻ നടക്കില്ല. അപ്പോൾ ഉറപ്പായും വണ്ടി പിസ്റ്റൺ പിടിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും വണ്ടിയുടെ ഫ്യൂൽ ടാങ്കിൽ പെട്രോളിനൊപ്പം തന്നെയാണ് ഓയിൽ മിക്സ് ചെയ്ത് ചേർക്കാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഈ ഓയിൽ പമ്പ് വർക്ക് ചെയ്താണ് ഈ ഒരു 2T ഓയിൽ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വണ്ടി കറക്റ്റ് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് വണ്ടിക്ക് ആവശ്യമായ ഓയിൽ കറക്റ്റായിട്ട് വണ്ടി എടുക്കും. എന്നാൽ നമ്മൾ ഈ ഒരു പെട്രോളിനൊപ്പം മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ ഇതിന് കറക്റ്റ് ഒരു പ്രോപ്പർ റേഷ്യോ അവിടെ വരുന്നില്ല. അതാണ് ഇവിടെ വരുന്നൊരു ബുദ്ധിമുട്ട്. ബട്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂൽ ടാങ്കിൽ റസ്റ്റ് പിടിക്കില്ല. കാരണം നമ്മൾ ഈ ഒരു 2T ഓയിൽ ഫ്യൂലിനോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് ഈ ടാങ്കിൽ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് റസ്റ്റ് പിടിക്കാനുള്ള സാധ്യത അവിടെ കുറയുകയാണ്. അതൊക്കെയാണ് മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പറയാനുള്ളത്. ഇതൊക്കെയാണ് മെയിനായും വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ 2 സ്ട്രോക്കിന് വളരെയധികം ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ സമുറായിക്കും ഇപ്പോൾ മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. ഇത് മെയിനായും ആളുകൾ ഷോഗൺ ലുക്കിൽ കൊണ്ടു നടക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ആ ഒരു ഫ്രണ്ടിലെ ആ റൗണ്ട് ഹെഡ്ലൈറ്റ് എല്ലാം മാറ്റി സ്ക്വയർ ടൈപ്പ് ഹെഡ്ലൈറ്റും കയറ്റി ആ ഒരു
ഷോഗൻ്റെ മാസ്കും വൈസറും ഒക്കെ സെറ്റ് ചെയ്ത് ആ ഒരു ഷോഗൻ ലുക്കിൽ കൊണ്ടു നടക്കാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദെൻ ഷോ സം സൂപ്പർ സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ലൈക്സ്, കമൻറ്റ്സ് ആൻഡ് സബ്സ്ക്രൈബ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.